നമസ്കാരം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയാണ് ഇടതു പാർട്ടികൾക്ക് നൽകുന്നത്. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് CPM എന്ന ദേശീയ പാർട്ടിക്കും മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞ ലോക്സഭയിൽ ഏൽക്കേണ്ടി വന്നത്. തൂത്തെറിയപ്പെട്ടു എന്ന് പറയുന്നത് തന്നെയാണ് കറക്റ്റ്. ഇടതു പാർട്ടികൾക്ക് എന്നും സ്വാധീനവും ഭരണവും ഉണ്ടായിരുന്നത് കേരളം, ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികൾ CPMനോട് പറ്റിച്ചേർന്നാണ് സീറ്റുകൾ നേടിക്കൊണ്ടിരുന്നത്. CPMന്റെ ബംഗാളിലെ വീഴ്ച ഈ ചെറു ഇടതു പാർട്ടികളെയും നിർവീര്യമാക്കി കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ബംഗാളിലും ത്രിപുരയിലും ആത്മവിശ്വാസം നൽകുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ BJPയുടെ വോട്ട് ശതമാനം കുത്തനെയിടുകയും CPMന്റെ വോട്ട് ശതമാനം ഉയരുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസുമായി ചേർന്ന് സഖ്യത്തിൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പാർട്ടികൾ കരുതുന്നു. മമതയെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ CPMന്റെ വോട്ട് വളർച്ച പ്രശ്നം സൃഷ്ടിക്കുന്നത് BJPക്ക് തന്നെയാണ്. കാരണം 17% വോട്ടിൽ നിന്നും 10%ത്തിലേക്ക് കൂപ്പുകുത്തിയ BJPയുടെ വോട്ട് നേരെ പോയത് CPMനാണ്. CPMന്റെ 4% വോട്ട് 14%മായി കുതിച്ചുയരുന്നതും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണുകയുണ്ടായി. ഇപ്പോൾ ബംഗാളിൽ ജനങ്ങൾ മമത ഭരണത്തിന് എതിരാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വോട്ടുകൾ CPM കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകുമെന്നാണ് BJP ഭയക്കുന്നത്. കാരണം CPMും കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചപ്പോഴെല്ലാം ബംഗാളിൽ അടിതെറ്റിയത് BJPക്കാണ്. 2019 CPMും കോൺഗ്രസും സഖ്യമില്ലാതെയാണ് മത്സരിച്ചത്. അന്ന് BJPക്ക് വലിയ വിജയമാണ് ബംഗാളിൽ നേടാനായത്. കാരണം CPMന് ലഭിക്കേണ്ട പാർട്ടി വോട്ടുകൾ പോലും മമതയെ വിജയിപ്പിക്കാതിരിക്കാൻ ജനങ്ങൾ BJPക്കാണ് വോട്ട് നൽകിയത്. അതോടൊപ്പം നിഷ്പക്ഷവാദികളുടെ വോട്ടും പുൽവാമ, ബലേക്കോട്ട ആക്രമണങ്ങൾ BJP ഫലപ്രദമായി ഉപയോഗിച്ചതിനാൽ അവർക്ക് നേടാനുമായി. എന്നാൽ അത് കഴിഞ്ഞു വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും CPMനും വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇതിനുശേഷം വന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെയും CPMനെയും യോജിച്ച് പ്രവർത്തിക്കുവാനും മത്സരിക്കുവാനും പ്രേരിപ്പിച്ചത്. അത് കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവർ ഒന്നിച്ചാണ് മത്സരിച്ചത്. അതോടൊപ്പം തന്നെ ഉപതിരഞ്ഞെടുപ്പിലും ഇടത് കോൺഗ്രസ് സഖ്യത്തിനാണ് സീറ്റ് നേടാനായത്. വോട്ട് ശതമാനം ഉയർത്തുന്നതും സഖ്യത്തിൻ്റെ മേന്മയായി കരുതുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനിലും മിക്കയിടങ്ങളിലും CPM ഇടതു പാർട്ടികൾ 2ാം സ്ഥാനത്തെത്തുന്നതും കണ്ടു. ഇക്കാരണങ്ങളൊക്കെ ഇത്തവണത്തെ ലോക്സഭയിൽ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കാമെന്നും CPM കരുതുന്നു. അതോടൊപ്പം ഇത്തവണ കോൺഗ്രസിനും CPMനും കൂടി 2 അക്കം കടക്കാനാവുമെന്നാണ് നേതാക്കൾ കരുതുന്നത്. ശക്തരായ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാനും CPM മറ്റ് ഇടതു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നു. അത് ബലം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ബംഗാളിലെ പഴയ പാർട്ടി പ്രവർത്തകരൊക്കെ ഇപ്പോൾ വലിയ ആവേശത്തിലാണ്.